പ്രിയമുള്ള അധ്യാപക സുഹൃത്തുക്കളെ, വിദ്യാർത്ഥികളെ, ഏറെ കാര്യങ്ങളൊന്നും പറയുന്നില്ല. മജീദ് മാഷെക്കുറിച്ചും ലത ടീച്ചറെക്കുറിച്ചുമൊക്കെ ഏറെ പറയാൻ കഴിയുന്ന ആളുകളാണ് ഇവിടെ സംസാരിച്ചത്. ബഹുമാനായ കുട്രായിൻ സാറും ഇനി സംസാരിക്കാനിരിക്കുന്ന രാമേന്ദ്ര സാറിനും അബ്ദുറഹ്മാൻ സാറിനുമൊക്കെ അവരുടെയൊക്കെ കീഴിൽ പ്രവർത്തിച്ചവരാണ് ഞങ്ങളൊക്കെ. അപ്പം അതുകൊണ്ട് അവരെക്കാൾ കൂടുതൽ അവരെക്കുറിച്ച് പറയാൻ ഞങ്ങളൊന്നും ശ്രമിക്കുന്നില്ല. നമുക്കറിയാം, 30 വർഷത്തിലധികം ഈ സ്ഥാപനത്തിൽ സേവനം ചെയ്ത് സർവീസിൽ നിന്ന് വിരമിക്കുക. ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ തന്നെ മജീദ് മാഷെ സംബന്ധിച്ച് എത്രയാണ് പറയേണ്ടത് എനിക്കറിയില്ല. ഒരു കാര്യം മാത്രം എനിക്ക് തോന്നുന്നു, ഏറെ ചിട്ടയോടുകൂടി കൃത്യമായ അച്ചടക്കത്തോടുകൂടി ഈ വലിയ സ്ഥാപനത്തിൻ്റെ തലപ്പത്തിരുന്നു കൊണ്ട് വളരെ നന്നായി ഈ സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ മജീദ് മാഷക്ക് കഴിഞ്ഞു എന്നുള്ളത് ഏറെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണെന്ന് തോന്നുന്നു. മജീദ് മാഷെക്കുറിച്ച് ഇവിടെ പറഞ്ഞല്ലോ, ഇപ്പോൾ മാത്രമല്ല മുമ്പും ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച കുട്രായൻ സാർ സൂചിപ്പിക്കുകയുണ്ടായി, ഈ സ്കൂളിന് വളരെ മോശമായൊരു കാലമുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ ഏറ്റവും ഉന്നതിയിലാണ്. ആ വളരെ മോശമായി നിൽക്കുന്ന ആ കാലഘട്ടത്തിൽ പടിപടിയായി ഈ സ്ഥാപനത്തെ നല്ല നിലയിലേക്ക് കൊണ്ടുവരുന്നതിൽ ഏറ്റവും വലിയ സംഭാവന നൽകിയ 2 അധ്യാപകരാണ് മജീദ് മാഷും ലത ടീച്ചറുമൊക്കെ. അവരുടെ സേവനം അറിയുന്ന അധ്യാപകർക്കൊക്കെ അറിയാം, പൂർവ്വ വിദ്യാർത്ഥികൾക്കൊക്കെ അറിയാം. നമ്മളൊക്കെ നൈറ്റ് ക്ലാസ്സും കോച്ചിങ് ക്ലാസ്സുകളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്ന കാലത്ത് ഈ സ്കൂളിൻ്റെ വരാന്തയിൽ കിടന്നുകൊണ്ട് ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സേവനം ചെയ്തവരാണ് അവരൊക്കെ. അതുകൊണ്ട് തന്നെ അവരുടെ സേവനം നമ്മൾ ചെറിയ വാക്കുകളിൽ ഒതുക്കാൻ മാത്രമല്ല എന്നെനിക്ക് തോന്നുന്നു. ഈ സ്ഥാപനത്തെയും അതുപോലെ ഇവിടുത്തെ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ഒക്കെ ഒരു പരിക്കുമേൽക്കാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഏറെ എടുത്തു പറയുകയാണ്. സദ ടീച്ചർ അതുപോലെ തന്നെയാണ്. തൻ്റെ മുന്നിൽ നിൽക്കുന്ന കുട്ടികൾക്ക് പാഠപുസ്തകം എന്നതിലും ഉപരി നന്മയുടെ സന്ദേശങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിൽ ലത ടീച്ചർ ഏത് കാലത്തും മുന്നിലാണ്. എനിക്കറിയാം, ഒരുപാട് കാലം ഒരുമിച്ച് ഇവിടെ ജോലി ചെയ്തുകൊണ്ട് പിരിഞ്ഞു പോയ ആളാണ് ഞാനും. അങ്ങനെയുള്ള 2 അധ്യാപകർ ഈ സ്ഥാപനത്തിൽ നിന്ന് വിരമിക്കുമ്പോൾ നമുക്കറിയാം, അത് സ്ഥാപനത്തെ സംബന്ധിച്ച് വലിയ നഷ്ടം തന്നെയാണ്.